അന്ധകാരം, അമാവാസിയിലെ അന്ധകാരം, കരിക്കട്ട പോലെ കട്ട പിടിച്ച കൂരിരുട്ട്, മധുര 17കാരിയുടെ ജലദോഷം പോലെ ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരുന്ന ചാറ്റൽ മഴ, ഉട്ടോപ്പിയയിലെ ഒരു ഊടുവഴി, അകലെ വളവിൽ ഒരു പൊട്ടുപോലെ മോട്ടോർ ബൈക്കിന്റെ വെളിച്ചം പ്രത്യക്ഷമായി. ഏകാന്തതയുടെ അപാര തീരം പോലെ നഗരം വിജനമായിരുന്നു. അന്തിക്കുർബാന കഴിഞ്ഞ ആളുകൾ തെരുവിന്റെ ഓരം പറ്റി മെല്ലെ മെല്ലെ തിങ്ങി ഞെരിങ്ങി ഉരുമ്മി നീങ്ങിക്കൊണ്ടേയിരുന്നു. വിജനമെന്ന് പറഞ്ഞാൽ ജനമില്ലെന്നാണ് അർത്ഥം. പിന്നെ എങ്ങനെയാടാ പള്ളി പിരിഞ്ഞ ആളുകൾ പോകുന്നേ? ഓഹോ, വിജനത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അതങ്ങ് പറഞ്ഞാ പോരെ. തെറ്റ് തിരുത്താനല്ലേ അച്ഛനോട് ഇരുത്തിയിരിക്കുന്നത്? എടാ, എല്ലാ വാക്യങ്ങൾക്കും ഒരു 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 പ്രാസം വേണം, അല്ലെങ്കിൽ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. എന്റെ പേര് എന്നെ നോക്കിക്കേ, കിഴക്കേടം. അച്ഛൻ ഹരികഥയും പറഞ്ഞുകൊണ്ട് നടന്ന കാലമല്ല ഇത്. ഇന്ന് പ്രാസവും വൃത്തവും തെറ്റിക്കുന്നതാണ് ഫാഷൻ. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യേണ്ട കഥയാണ്. ഇതുവരെ കാൽ പങ്ക് പോലും പഠിച്ചിട്ടില്ല. എന്നാ തുടങ്ങിക്കോ. സഹൃദയരെ, ആ മോട്ടോർ ബൈക്ക് അടുത്തെത്തി. ആ ബൈക്ക് ഓടിച്ചിരുന്നത് ഒരു സാധാരണ പൗരനല്ലായിരുന്നു, ഒരു പോലീസുകാരനല്ലായിരുന്നു, ഒരു കള്ളക്കടത്തുകാരനോ കൊള്ളക്കാരനോ ആയിരുന്നില്ല. പിന്നെ ആടാ നിന്റെ തന്തയാ? അതാണല്ലോ വടി പോലെ ഇവിടെ ഇരിക്കുന്നത്. അഭിപ്രായം പറഞ്ഞാ മതി, കഥയിൽ ചോദ്യം വേണ്ട. പ്രേക്ഷകരെ, ആ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ചെറുപ്പക്കാരൻ പിന്നെ ആരായിരുന്നു? അയാളാണ് നമ്മുടെ കഥാനായകൻ മുക്കാല. അയ്യോ അയ്യോ എന്റെ ഭഗവതി, അയ്യോ എന്റെ മോളെ, നിനക്ക് എന്ത് പറ്റിരി? അയ്യോ അയ്യോ. ആ സമയം ഒരു കൊടുങ്കാറ്റ് പോലെ അവൾ പാഞ്ഞു വന്നു. മാന്തളിര് പോലെ മനോഹരമായ അവളുടെ മുഖം മത്തങ്ങ പോലെ വീർത്തു. സ്ത്രീക്ക് ഇങ്ങനെ ഒരു മുഖം. നീ എന്തുവാടി കാണിച്ചേ? സ്ത്രീക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. 5 ലിറ്റർ പാലാ പശു തട്ടിക്കളഞ്ഞത്, അറിയാവോ? കലാബോധമില്ലാത്ത പശുക്കളെ കിട്ടുന്ന വിലക്ക് വിറ്റുകളെ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ? കിട്ടുന്ന വിലക്ക് വിറ്റാലേ കഥ പറഞ്ഞ് തളരുമ്പോ ഇയാൾ എന്തോട്ട് തോന്നി ഞണ്ണും. പാലും മുട്ടയും വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാ ഈ വീട് കഴിയുന്നത്. അത് ഓർമ്മ വേണം. ആ പശുവിന്റെ അടിയും തൊഴിയും കൊണ്ട് എന്റെ മോളൊരു പരുവായി. ഓഹോ, ഇനി അച്ഛനും മോനും കൂത്തു പഠിക്കണെങ്കിലേ വേറെ സ്ഥലം നോക്കിയോളാം. അയ്യോ അമ്മ, ഇത് കൂത്തല്ല, കഥാപ്രസംഗമാ. ഇത്ര നാളായിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അയ്യോടാ, ഇത് അന്നോടാ കഥാപ്രസംഗം. നിങ്ങളുടെ ഓരോരോ കഥകൾ കേട്ട് എന്റെ പശുവിന്റെ പോലും കറവ് പറ്റി. 12 ലിറ്റർ കറന്നുകൊണ്ടെന്ന പശു, അറിയാവോ? എടി ഉണത്തെ, എന്റെ മോന്റെ മനോവീര്യം കെടുത്താതെ നിന്റെ മോളെയും വിളിച്ചോണ്ട് നീ അകത്തോട്ട് പോ. ഈ സുപ്രസിദ്ധ ഹരികഥാപ്രാസംഗികൻ കിഴക്കേടത്തിന്റെ മോനെ സാംബശിവനെ പോലെ കേരളത്തിൽ ആരാധിക്കുന്ന ഒരു കാതികനായി കണ്ടിട്ടേ ഈ കിഴക്കേടം കണ്ണടയ്ക്കൂ. അയ്യോ, എന്നാ ഈ കണ്ണ് ഒരിക്കലും അടക്കേണ്ടി വരത്തില്ല. എടാ, ഒരു സ്റ്റേജിൽ നിന്നെങ്കിലും നീ തക്കാളിയും പഴത്തൊലിയും കിട്ടാതെ വന്നിട്ടുണ്ടോടാ? നീ പോടി. തക്കാളിയും പഴത്തൊലിയും മാത്രമല്ല, കുറെ ചീഞ്ഞ മുട്ടോടെ കിട്ടിയാലേ യഥാർത്ഥ കാതികനാവും. ഇല്ല അച്ഛാ? കറക്റ്റ്. എടാ, കലാബോധം ഉള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. നിന്റെ തള്ളയുടെ കുടുംബത്തിലുള്ളവർക്ക് ഒട്ടുമില്ലാതെ. ആ കിളവൻ അച്യുതക്കുറപ്പുണ്ടല്ലോ, അയാൾക്ക് തീരെയല്ലടാ. ഞങ്ങളുടെ അണ്ണന് കലയില്ലെങ്കിലേ ഞങ്ങള് സഹിച്ചോളാം. നീ വാടി മോളെ, നമുക്ക് തൊഴുത്തി ചെന്നിരുന്ന് കന്നുകാലികളോട് കാര്യം പറയാം. അതുങ്ങൾക്ക് പിന്നെങ്കിലും മനസ്സിലാവും. സുന്ദരിയായ മുക്കാബലയുടെ ഭാവമാറ്റം കണ്ട് മുക്കാല ഞെട്ടി. ഉട്ടോപ്യൻ തെരുവീതി ഞെട്ടി. സഹദേവനോ? വാ, നിനക്കെന്തര അസുഖം? ദൈവം സഹായിച്ച് തൽക്കാലം അസുഖമൊന്നുമില്ല. എന്റെ കുടുംബത്തിനോട് എന്താണ് ഇത്ര വൈരാഗ്യം? ബന്ധുക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കണം. അല്ലാതെ സ്നേഹം നടിച്ച് പ്രതികാരം വീട്ടുന്നത് അന്തസ്സുള്ള തറവാട്ടുകാർക്ക് യോജിച്ചതല്ല. ഇരിക്കേ, പറയട്ടെന്ന്. ഞാൻ എന്ത് പ്രതികാരം ചെയ്തെന്നാണ് ഈ പറയുന്നേ? എന്ത് ചെയ്തെന്നോ? എന്തിനാണ് കള്ളം പറഞ്ഞ അപ്പൂപ്പൻ അങ്ങോട്ട് അയച്ചത്? വലിയ ചെമ്പിന് അവിടെ അല്ലയോ നിൽക്കേണ്ടത് എന്ന് ഏത് പീനൽ കോഡിലാ പറഞ്ഞിരിക്കുന്നത്? 892 പൂർണ്ണചന്ദ്രനെ കണ്ട മനുഷ്യനാ. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇവിടെ ആവുമ്പോ 2 ഡോക്ടർമാരുള്ള വീടല്ലേ? ചേടാ സഹദേവ, വല്യച്ഛനെ ഇവിടെ നിർത്തുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു വിരോധമില്ല. മാത്രമല്ല എനിക്ക് വലിയ ഉപകാരിയുമാ. ഞാൻ ഉണ്ടാക്കുന്ന ഈ മരുന്നുകളെല്ലാം ആദ്യം പരീക്ഷിച്ചു നോക്കുന്നത് മൂപ്പരില്ല. എന്തു കൊടുത്താലും അങ്ങ് കഴിച്ചോളും. നല്ല ക്ലീൻ ബോഡിയല്ലേ, ഇമീഡിയറ്റ് റിസൾട്ടും കിട്ടും. പക്ഷെ അതല്ല പ്രശ്നം. ലതയ്ക്ക് വല്യച്ഛനെ കണ്ണെടുത്താ കണ്ടൂടാ. എന്തിനാ നമ്മുടെ ആൾക്കാരെ മറ്റുള്ളവരെ കൊണ്ട് വെറുതെ വഴി? നീ പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല സഹദേവ. എന്റെ വല്യച്ഛനെ ആകുന്നുള്ളൂ, നിന്റെ അപ്പൂപ്പനാ. എന്റെ അച്ഛനെ ഞാൻ നോക്കുന്നില്ലേ, അതുപോലെ നിന്റെ അപ്പൂപ്പനെ നീയും നോക്കണം. മാത്രവുമല്ല അങ്ങേര് വീടും പറമ്പും നിങ്ങളുടെ പേരിലാണല്ലോ എഴുതി തന്നിരിക്കുന്നത്. അതൊക്കെ ശരിയാ. അപ്പൂപ്പനെ അവിടെ നിർത്തുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല. പക്ഷെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടണ്ടേ? അത് ശരി. അപ്പൊ ഞങ്ങൾ അങ്ങ് സഹിച്ചേക്കണം. സഹദേവ, ഈ വീട്ടിലെ സകലമാന കാര്യങ്ങളും ചെയ്യുന്നത് ലത ഒറ്റൊരുത്തിയാ. രാവിലെ എന്തെല്ലാം പണി കഴിഞ്ഞിട്ട് ആ പാടം ഹോസ്പിറ്റലിലേക്ക് പോകുന്നറിയാമോ? വൈകിട്ട് തിരിച്ചു വന്നാൽ അവർക്ക് നിന്ന് തരിയാൻ നേരമുണ്ടോ?
ഇതിനിടയ്ക്ക് MD പഠിക്കണം, അതിനിടെ വല്യച്ഛന്റെ കൂടെ സൗകര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ സ്വല്പ ബുദ്ധിമുട്ടാ. കഷ്ടം. എന്തിനാ ചിറ്റപ്പ ഇങ്ങനെ ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നത്? നീ ഒന്ന് കെട്ടി നോക്ക്, അപ്പൊ അറിയാമടാ മോനെ. ദേ, ഈ ടൈപ്പിലുള്ള മോനെ വിളി വേണ്ട. ഇത് ഞങ്ങൾ ദിവസവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും വാദിയും പ്രതിയും മാറി മാറി വിളിക്കുന്നതാ. ആ അതാണ്. അപ്പൊ മേല നീ എന്നെ ചിറ്റപ്പന്ന് വിളിക്കണ്ട. നിന്നെ പോലൊരുത്തിന്റെ ചിറ്റപ്പനാകാനുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ല. എന്ത് പ്രായമായാലും എന്റെ ചിറ്റപ്പനല്ലേ എനിക്ക് ചിറ്റപ്പാന്ന് വിളിക്കാൻ പറ്റൂ. ചിറ്റപ്പാന്നുള്ള വിളി ചിറ്റപ്പൻ ഇഷ്ടമല്ലാന്ന് കരുതി ഞാൻ ആരെങ്കിലും കയറി ചിറ്റപ്പാന്ന് വിളിച്ചാൽ അവരുടെ ചിറ്റപ്പന്മാരെ എന്നെ ഓടിച്ചിട്ട് തല്ലും. അതിന്റെ ക്ഷീണം ചിറ്റപ്പനില്ല. അതെന്താ ചിറ്റപ്പൻ മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞു വന്നത്, തൽക്കാലം ഒരു ഗോൾ അടിച്ചു എന്ന് കരുതി ചിറ്റപ്പൻ ജയിച്ചു എന്ന് കരുതണ്ട. കളി ഇനിയും ബാക്കിയുണ്ട്. എന്താ ചേച്ചി ഇത്? BP വളരെ കൂടുതലാണല്ലോ. കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതെന്താ? കുറിച്ച് തന്ന മരുന്നൊന്നും കഴിക്കാറില്ലേ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ മനസമാധാനം മരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമോ? ചേച്ചിക്ക് എന്താ അത്രയ്ക്ക് മനസമാധാനക്കേട്? ഇടി ഭയങ്കരി. ആ കിളവനെ അങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചിട്ട് നീ എന്റെ മുമ്പിൽ നാടകം അഭിനയിക്കുക. എന്താ ചേച്ചി? അച്ഛന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു തഞ്ചവും ഇല്ല ഹേമേ. 1000 പൂർണ്ണയന്ത്രനെ കാണുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമെന്നാ ഇപ്പൊ എന്റെ പേടി. ഏയ്, ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നതിന്റെ തലേന്ന് ഞാൻ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തല്ലേ. BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല. ഈ പ്രായത്തിൽ ഇത്രയും ആരോഗ്യമുള്ള ആളെ കാണുന്ന തന്നെ അപൂർവ. ഓ, ഇപ്പോഴൊന്നും കാണത്തില്ലായിരിക്കും ഇല്ലയോ? എവിടുന്ന്? പുള്ളിക്കാരന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ദീർഘായുസല്ലേ. വല്യച്ഛന്റെ അച്ഛൻ മരിച്ചത് 98ാമത്തെ വയസ്സിലാണത്രേ. 108 കഴിഞ്ഞിട്ടാ മുത്തശ്ശൻ മരിച്ചത്. അയ്യോ. അച്ഛൻ എപ്പോഴും പ്രഭാകരന്റെ വീട്ടിലെ കാര്യം പറയാനേ നേരമുള്ളൂ. ഹേമയും മോളെയും പറ്റി പറയുമ്പോ നാക്കി തേനൂറും. അത് ചേച്ചി ചുമ്മാ പറയുക. ഞങ്ങളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ വല്യച്ഛൻ എന്താ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാത്തെ? അയ്യോ, വന്നാലുടനെ അവിടെ നിർത്തി പൂജിക്കല്ലേ മൂദേവി. പിറ്റേ ദിവസം അടിച്ചിറക്കും. ഞങ്ങളുടെ വീട്ടിൽ 2 ദിവസം നിന്നാ മതി. ഉടനെ വല്യച്ഛനും മരുമകളെയും കൊച്ചുമക്കളെയും കാണുമെന്ന് വാശി തുടങ്ങും. എത്ര വന്നാലും ചേച്ചിയും മക്കളും കഴിഞ്ഞുള്ള ബന്ധമല്ലേ ഉള്ളൂ ഞങ്ങളോട്. അതുകൊണ്ടാ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ നിർബന്ധിക്കാത്തത്. പക്ഷേ അച്ഛന്റെ ശരീരമേ ഉള്ളൂ ഞങ്ങടങ്ങ്, മനസ്സ് നിങ്ങടങ്ങ്. ഇന്ന് രാവിലെ അങ്ങോട്ട് വരണമെന്നും പറഞ്ഞോണ്ട് ഇറങ്ങിയതാ. ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇന്ന് പോകണ്ടാന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയത് ഞാനാ. നാളെ നേരം വെളുക്കുമ്പോ ആള് നിങ്ങടങ്ങ് എത്തും. ഈശ്വര, ചതിച്ചോ? കുറെ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയച്ചത്. നാളെ വീണ്ടും അങ്ങോട്ട് കെട്ടിയെടുക്കോ? എന്താ ഹേമേ? ഏയ്, ദേ, അച്ഛന്റെ കാര്യത്തിൽ നല്ല ഒരു ശ്രദ്ധ വേണം കേട്ടോ. അത് പിന്നെ പറയണോ? ആ, അച്ഛൻ പച്ചവെള്ളത്തിൽ കുളിക്കണമെന്ന് വാശി പിടിക്കും. വെള്ളം ചൂടാക്കി തന്നെ കൊടുക്കണേ ഹേമേ. ആ ചേച്ചി, 2 ഗുളിക കൂടി കുറിച്ചിട്ടുണ്ട്. മുടങ്ങാതെ കഴിക്കണേ. ഓ, എന്നാ ചേച്ചി ചെല്ല്. ആ പിന്നെ എണ്ണ കുരുമുളക് ഇട്ട് മൂപ്പിച്ചേ കൊടുക്കാവൂ. പച്ച വെളിച്ചെണ്ണ ഒന്നും അച്ഛന് പിടിക്കത്തില്ല. അപ്പ പറഞ്ഞ പോലെ ഞാൻ വരട്ടെ ഹേമേ. കൊടുത്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പവും പൊന്നു പെണ്ണിന് അഴക് കൂട്ടത്തേ ഉള്ളൂ. നിനക്ക് 2 സഹോദരന്മാരുണ്ടല്ലോ, നകുലനും സഹദേവനും. നിനക്ക് വേണ്ടി അവരെന്തോ ചെയ്തു. അത് അവരല്ലേ ഓർക്കേണ്ടത്. അവർ ഓർത്തില്ലേ, നീ ഓർമ്മിപ്പിക്കണം. ചില തറവാടുകൾ കണ്ടിട്ടില്ലയോ? മൂക്കി പല്ലും കിളിച്ച് അപ്പച്ചിന്നും കുഞ്ഞമ്മയെന്നും ഒക്കെ പറഞ്ഞ് ഓരോ മുതുക്കികള് കെട്ടാച്ചരക്കായിട്ടിരിക്കുന്നേ. അതുപോലെ നീ ഇരുന്നു പോകുവേ. നിന്റെ തള്ളയ്ക്കും നിന്റെ കാര്യത്തിൽ ആദ്യം തോന്നാൻ വഴിയില്ല. എന്റെ മോനെ കണ്ണും കലാശവും കാണിച്ച് അവന്റെ തോളിൽ തൂങ്ങി ഇറങ്ങി പോന്നവളല്ലേ അവള്. അല്ലെങ്കിൽ മൂക്കി പല്ലും കിളിച്ച് അവളും അവിടെ വീട്ടിൽ ഇരുന്നേനെ. പിന്നെ എന്റെ മനസ്സിന്റെ ഒരു നന്മ കൊണ്ട് രണ്ടിനെയും 2 കൈയും നീട്ടി സ്വീകരിച്ച് ഇവിടെ കുടിയിരുത്തി. ഇതൊന്നും അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയല, കൊമ്പനാനുള്ള തറവാട്ടില് നിന്നല്ലേ അവിടെ ഭാവം. നിന്റെ കാര്യത്തിൽ അവരാരും മനസ്സ് വെക്കുന്നില്ലേ. നീ ഒരുത്തനെ വളച്ചു പിടിച്ച് ഇറങ്ങി ഇങ്ങ് പോ, നിന്റെ തള്ളയെ പോലെ. തുറന്ന് പറ കൊച്ചേ, നിന്റെ മനസ്സിൽ അങ്ങനെ വല്ലവരും ഉണ്ടോ? ഈ അപ്പൂപ്പൻ എന്റെ മനസ്സിലെങ്ങും ആരുമില്ല. ഇല്ലേ, കണ്ടുപിടിക്കണം. പക്ഷേ നിന്റെ അച്ഛനെ പോലെ സ്നേഹമുള്ളവനായിരിക്കണം. കാണാൻ വർക്കത്ത് വേണം. അല്ലാതെ ഈ അപ്പൂപ്പൻ പറഞ്ഞെന്ന് വെച്ച് കണ്ട അണ്ടന്റെ അടകോടന്റെ കൂടെ ഇറങ്ങി പോയാലുണ്ടല്ലോ, അന്നപ്പോ കാന്താരി മുള ഉടച്ച് കണ്ണിത്തേക്കും പറഞ്ഞേക്കാം. അപ്പൂപ്പൻ പറഞ്ഞ യോഗ്യതയുള്ള ഒരാൾ വരികയാണെങ്കിൽ എന്റെ കൂടെ നിൽക്കോ? നിൽക്കും, കാല് കഴിക്കുന്നവരെ നിൽക്കും.
ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ആ വായിക്ക് രുചിയായിട്ടുണ്ടാ കാലം മറന്നു. അപ്പൂപ്പന് ഊണിന് എന്ത് കറിയാ വേണ്ടത്? ഓ ഈ ചോദ്യം നിന്റെ വായിന്ന് കേൾക്കാൻ അപ്പൂപ്പൻ എത്ര നാളായിട്ട് കൊതിക്കുന്നെന്ന് അറിയാവോ? അപ്പൂപ്പൻ ഇഷ്ടമുള്ളതൊക്കെ മോൾ ഉണ്ടാക്കി തരുവോ? തരാം, പറഞ്ഞോളൂ. ഉറപ്പാണോ? ഉറപ്പ്. ഓ എന്റെ ശ്രീപത്മനാഭ, ഇനി എന്റെ വെടി തീർന്നാലും വേണ്ടൂല. മോളെ ചോറ് വാർത്തെങ്കി എടുത്തോ, ഇല്ലേ കറികളൊക്കെ തീരുവേ. ധൃതി വെക്കാതെ അപ്പൂപ്പ, ഇപ്പൊ കൊണ്ടുവരാം. ആ